പ്രശാന്ത് സർ, അമേരിക്കയുടെ ഒരു വാർഷിപ്പ് ഇറാനിയൻ കടലതിർത്തി കടന്നിട്ടുണ്ട്. ഇത് നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക്, അതായത് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. എന്താണ് പ്രശ്നം അവിടെ? പശ്ചിമേഷ്യയിൽ ഈ പറയുന്ന ഇസ്രായേലും ഇറാനുമായിട്ടുള്ള യുദ്ധം തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ, തൽക്കാലത്തേക്ക് പറഞ്ഞാൽ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ശാശ്വതമൊന്നുമല്ല. വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ വെടിനിർത്തി, പിന്നെ തുടങ്ങുന്ന സൗകര്യം പോലെ തുടങ്ങാം. അത് കണ്ടില്ലായിരുന്നു ഈ ഇസ്രായേലും ഈ മറ്റ് പ്രോക്സികളുമായിട്ടുള്ള അല്ലെങ്കിൽ ഒക്കെയുള്ള യുദ്ധം നമ്മൾ നേരത്തെ കണ്ടതാണല്ലേ. ഹമാസുമായിട്ടുള്ള യുദ്ധം വെടിനിർത്തൽ കഴിഞ്ഞിട്ട് എത്രയോ വട്ടം തുടങ്ങി. അപ്പം വെടിനിർത്തലിന് ശേഷം ഇപ്പൊ രണ്ട് രാജ്യങ്ങളും, അതായത് ഇസ്രായേൽ ഒരുപക്ഷെ മിണ്ടുന്നില്ല, പക്ഷെ ഇറാൻ ഭയങ്കരമായിട്ട് ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളെ വെല്ലുവിളിച്ചു പോകുന്ന ഒരു അവസ്ഥ. അത് ഇസ്രായേലിനെ ആയാലും കൊള്ളാം, അമേരിക്ക ആയാലും കൊള്ളാം. അപ്പൊ ഇന്നലത്തെ സ്പുട്ടിക്കിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇറാൻ വാർഷിപ്പ്, അതായത് അവരുടെ ഒരു വലിയ പടക്കപ്പൽ ഫിറ്റ്നസ് ജറാൻ എന്ന് പറയുന്ന പടക്കപ്പൽ അവരുടെ സമുദ്രാതിർത്തി ലംഘിച്ചു, ഇറാന്റെ സമുദ്രാതിർത്തി ലംഘിച്ചു അമേരിക്കൻ പടക്കപ്പൽ. അപ്പൊ ആ അമേരിക്കൻ പടക്കപ്പൽ സമുദ്രാതിർത്തി ലംഘിച്ചപ്പോൾ ഇവരുടെ ഇറാന്റെ നേവിയുടെ ഭാഗമായിട്ടുള്ള ഹെലികോപ്റ്റർ വന്ന് തടയാൻ ശ്രമിക്കുകയും മാറിയില്ലെങ്കിൽ വെടിവെച്ചിടുമെന്ന് അമേരിക്ക പറയുകയും, അപ്പം അത്തരത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായി. ഹെലികോപ്റ്റർ തിരിച്ചു പോന്നു എന്ന് തിരിച്ചുപോയി എന്ന് അമേരിക്ക പറയുകയും, അങ്ങനെയല്ല, ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പൽ ഈ പറയുന്ന കടന്നു കയറിയ ബോർഡർ വിട്ട് പുറകോട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ അമേരിക്ക പറയുന്നത് ഇതിനകത്ത് സാധാരണ പോലെ നടക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവിടെ കപ്പലുകൾ ഞങ്ങൾ ഈ നിരീക്ഷണം നടത്താറുണ്ട്. അതിനകത്ത് ഈ നേരത്തെ പലവട്ടവും ഈ പറയുന്ന അവരുടെ ചെറു ബോട്ടുകൾ ഇതിനു മുമ്പും, ഇപ്പോഴല്ല വളരെ കാലം മുമ്പും ബോട്ടുകളും ഹെലികോപ്റ്ററുകളും ഒക്കെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ സാധാരണയായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അമേരിക്ക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അവരുടെ ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ വിദേശ മന്ത്രാലയം ഒക്കെ ഈ പറയുന്നത് പോലെ അത്തരത്തിൽ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അവരെ ഭയപ്പെടുത്തി വിട്ടു എന്നുള്ള രീതിയിലേക്ക് ഇറാനും പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് അമേരിക്കൻ വാർഷിപ്പുകൾ ഇറാന്റെ ബോർഡറുകളിൽ വളരെ കൃത്യമായിട്ട് നങ്കൂരം ഇടുന്നു അല്ലെങ്കിൽ കൊണ്ടിടുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത വളരെ കൃത്യമായിട്ട് പരക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഈ നേരത്തെ വിഷയം വന്നപ്പോൾ ഇറാൻ ഈ പറഞ്ഞ യുദ്ധം ഘടിപ്പിച്ചപ്പോൾ ഹോർമിസ് കടലിടുക്കിൽ പ്രശ്നം ഉണ്ടാക്കി തീയിട്ട്, അല്ലെങ്കിൽ അത് രാജ്യത്തുടനീളമുള്ള ഈ പറയുന്ന എണ്ണയുടെ മറ്റുമുള്ള കടന്നു വരവിനും അല്ലെങ്കിൽ രാജ്യത്തെ ഉടനീളം പ്രതിസന്ധിയിലാക്കാൻ കഴിയുന്നതുമായിട്ടൊരു കാര്യമുണ്ട്. അന്ന് അവർ പറഞ്ഞല്ലോ, ഹോർമിസ് കടലിടുക്ക് ഞങ്ങൾ കൈക്കലാക്കും, അല്ലെങ്കിൽ അവിടെ അന്ന് ഒന്നോ രണ്ടോ കപ്പലുമാർ കത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനകത്ത് അതിനുവേണ്ടിയും കൂടെയുള്ള ഒരു തയ്യാറെടുപ്പ്. കാരണം യുദ്ധം സജീവമായി തുടങ്ങിയാൽ ഒരുപക്ഷെ നമ്മളാരും ഉദ്ദേശിക്കാത്ത രൂപത്തിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി അമേരിക്കയുടെ ഉള്ളിലുണ്ടാവാം. നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഒരു കഥ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തത്, നിങ്ങൾ കേട്ട കഥയും തിരക്കഥയും ഒന്നും അല്ലെന്ന് നേരത്തെ യുദ്ധം നിർത്തിയതിന് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വളരെ പത്രസമ്മേളനമൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. ഈ സമാധാന ചർച്ചയും 2 ആഴ്ച അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതും ഇതൊക്കെ ഒരു തയ്യാറെടുപ്പിന്റെ. അതുപോലെ തന്നെ ഇപ്പോഴും ഒരുക്കം നടക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം ഇതുപോലെ തന്നെ ഇറാനിൽ ഇപ്പോഴും വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ്. ഇറാൻ ഏറ്റ പ്രഹരം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിരോധ സംവിധാനമൊക്കെ ഞങ്ങൾ വീണ്ടും ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എത്ര ഫിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഇല്ല, ആ കിളവൻ ഉണ്ടല്ലോ ഇറാന്റെ ഈ പറയുന്നത് ഹമേനി പറഞ്ഞു, ഹമേനി ഇവരെ എലിയുടെ പടത്തിൽ അല്ലെങ്കിൽ എലിയാണ്, പൂച്ചയാണ്, പട്ടിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പടങ്ങളും ഒക്കെ കൊടുത്ത്, അതായത് അമേരിക്കയും ഇസ്രായേലിനെയും ചാത്താന്മാരുടെ പടമൊക്കെ കൊടുത്ത് കഴിഞ്ഞ പ്രകോപനം ഈ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുക, ഇനിയും യുദ്ധം ചെയ്യും, ഇസ്രായേൽ എന്ന് പറയുന്ന സാധനത്തിനെ ഭൂമുഖത്ത് ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെല്ലുവിളി നടത്തുന്നു. അപ്പൊ അത് കേട്ടിരിക്കുന്ന ഒരവസ്ഥയില്ല. നമുക്കറിയാമല്ലോ, ഇറാന്റെ പണ്ടത്തെ ഒരു പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിന്റെ കാരണം ഇതുവരെ കണ്ടുപിടിച്ചില്ല. അന്ന് ഇതുപോലെ വെല്ലുവിളിച്ചതാ. അപ്പൊ ഇറാൻ ഈ പറയുന്നത് പോലെ എന്നൊക്കെ അവരെ വെല്ലുവിളിച്ചിട്ടുണ്ടോ അവർ അല്ലെങ്കിൽ മറന്നിട്ടില്ല, അല്ലെങ്കിൽ ആ വെല്ലുവിളിച്ചവർ അധികം കാലം ഭൂമുഖത്ത് ഉണ്ടാകുന്ന ഒരവസ്ഥയില്ല. പിന്നെ ഈ മൂപ്പരാനയില് പറയുന്നത് പെന്നെ കൊല്ലാൻ കൂടം വേണ്ടല്ലോ, ഈ മൂപ്പരാൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മൂപ്പരാൻ ഉണ്ടോ എന്ന് തന്നെയുള്ള കാര്യത്തിൽ രാജ്യത്തെ പല ആൾക്കാർക്കും തർക്കമുണ്ട്. അല്ലെങ്കിൽ ഇയാളെ വെളിയിലോട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ശരി, ഇയാളെ കൊന്നാൽ ഒരുപക്ഷെ ലോകത്തുടനീളം ഒരു മതപണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഷിയയുടെ ഒരു മതപണ്ഡിതൻ എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകും. അത് വേണ്ട എന്നുള്ള കരുതലിലാണ്. ഒരുപക്ഷെ അതും സംഭവിച്ചേക്കാം. ഈ പറയുന്ന മൊസാദ് ആണല്ലോ, മൊസാദ് അടുത്തൂടെ പോകുന്നതും ചായ കുടിക്കുന്നതും, പണ്ടൊരു ആളിനെ കൊന്നറിയാം, പേസ്റ്റ്
50 ദിവസം പേസ്റ്റ് ഉപയോഗിച്ചപ്പോഴത്തേന് അത് മരിച്ചു രാജ്യാന്തര യുദ്ധത്തിൽ. കാരണം ഒരു രീതിയിലും പറ്റത്തില്ലായിരുന്നു. ഒരു രാജ്യത്തെ ഏറ്റവും വലിയൊരാൾ അയാൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് മൊസാദ് കൊണ്ടുവച്ച പേസ്റ്റ് ആയിരുന്നു. അവസാനം 50 ദിവസം പല്ല് തേച്ചപ്പോഴത്തേന് 80 കിലോ ഉണ്ടായിരുന്ന മനുഷ്യൻ ഏതാണ്ട് ശോഷിച്ച് വന്നിട്ട് 10, 25, 30 കിലോ ആയി അങ്ങനെ മരിച്ചു പോകുന്ന ഒരവസ്ഥ. അവസാനം മനസ്സിലായത് മൊസാദിന്റെ ഓപ്പറേഷൻ. അതുകൊണ്ട് ഈ ഖമേനി ഒന്നും മൊസാദിനൊരു കാര്യമല്ല ആ രീതിയിലേക്ക്. അപ്പം പറഞ്ഞു വന്നത്, പശ്ചിമേഷ്യയിൽ ഈ പറയുന്നത് പോലെ, മിഡിൽ ഈസ്റ്റിൽ ഈ പറയുന്നത് പോലെ ഒരു യുദ്ധം, അത് ഇസ്രായേലും ഇറാനും തമ്മിൽ, അതിനകത്ത് അല്ലെങ്കിൽ അമേരിക്കയുടെ കൂട്ടുപിടിച്ച്, ഒരുപക്ഷെ ഇന്നലത്തെ സംഭവം വെച്ച് നോക്കുമ്പോൾ അമേരിക്കയും ഇറാനും നേരിട്ട് ആക്രമിക്കാൻ സാധ്യതയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് അമേരിക്ക കൃത്യമായിട്ട് ഒരുക്കം നടത്തുന്നു. കാരണം കഴിഞ്ഞ യുദ്ധത്തിനകത്ത് B-2 ബോംബറുകൾ ഉപയോഗിച്ച് ആ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്നോളം അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് യുദ്ധം ചെയ്ത് അമേരിക്ക ഓപ്പറേഷൻ സക്സസ് എന്ന് പറഞ്ഞു പോയെടുത്ത് ലോകത്തുടനീളമുള്ള ചർച്ചയിലും അല്ലെങ്കിൽ ഇറാനും പറയുന്നത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ പഴയതുപോലെ പ്രവർത്തനക്ഷമമാണ്, അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. അതായത് ഇസ്രായേൽ എന്തിന് യുദ്ധം ചെയ്തോ ആ യുദ്ധത്തിന്റെ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നു എന്ന് ലോകത്തെ ധരിപ്പിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരുപക്ഷെ അറിയാം, ഇനിയൊരു യുദ്ധവും അല്ലെങ്കിൽ ഇനിയൊരു കടന്നുകയറ്റവും ഒക്കെ ഇറാനിലേക്ക് നടത്തിയാൽ മാത്രമേ അവരുദ്ദേശിക്കുന്ന ഒരു ആണവ ആയുധ നിർമ്മാണത്തിന് പ്രാപ്തമല്ലാത്ത ഒരു ഇറാനെ സൃഷ്ടിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഇറാനെയുമാണ്, ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ അമേരിക്കയുടെ നീക്കങ്ങൾ, ഈ കപ്പലുകൾ ഒന്നൊന്നായി വന്ന് ഈ പറയുന്ന ഇറാന്റെ ബോർഡറിൽ നങ്കൂരമിടുന്നതിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനകത്തൊക്കെ നമ്മൾക്ക് വായിച്ചെടുക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും ഇറാനെ ഇസ്രായേൽ ആക്രമിക്കാനും ഒരുപക്ഷെ അമേരിക്ക തന്നെ നേരിട്ട് ഇറാനെ ആക്രമിക്കാനും ഉള്ള സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ള പ്രകോപനം ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അമേരിക്കയും ഇസ്രായേലിനും എതിരെ വരുന്നുണ്ട്. വെല്ലുവിളിച്ച് തന്നെ നിൽക്കുകയാണ് ഇറാനും. അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ പറഞ്ഞതുപോലെ ഈ വിസറുണ്ട്, കടിച്ചു ചാവും, എന്നാലും അവൻ കടിച്ചതിന് ശേഷം മരിച്ചു, അതാണോ എന്നറിയത്തില്ല. ഇപ്പം നമ്മൾ ലോകക്രമം പരിശോധിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിലെ ഓരോ രാജ്യങ്ങളുടെ ശക്തിയും, അല്ലെങ്കിൽ ഏത് രാജ്യത്തിന് മറ്റു രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ പരിശോധനയിൽ ഈ പറഞ്ഞ ഇസ്രായേൽ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്താൽ, അതിന്റെ കൂടെ അമേരിക്കയുടെ നിന്നാൽ ഈ പറഞ്ഞ ഇറാൻ ഭസ്മമായി പോവും. എന്തിന് വെല്ലുവിളിക്കുന്നു എന്നതിനെ പറ്റി അറിയത്തില്ല. അതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനി ഇറാന്റെ കയ്യിൽ ഈ പറയുന്നത് വല്ല ദിവ്യായുധമോ, ഇനി ഈ പറയുന്നത് മേളിൽ നിന്ന് ഇറങ്ങിയെന്നവരുടെ അവരുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ ആരെങ്കിലും വന്ന് ഈ അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ അടിച്ചിട്ട് പോകുമെന്നൊന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഈ ഖമേനി ഈ പൊട്ടത്തരം കൊണ്ട് നിൽക്കത്തില്ല, വാടാന്ന് പറഞ്ഞ് നിൽക്കത്തില്ല, വേറെ ഉള്ളതും നിൽക്കത്തില്ല. അപ്പൊ എന്തുവായാലും വാടാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇസ്രായേൽ ഒന്നും മിണ്ടുന്നില്ല, ഇസ്രായേൽ അങ്ങനെ മിണ്ടാറില്ലല്ലോ, അവർ പ്രവർത്തിക്കാറേ ഉള്ളല്ലോ. അമേരിക്ക ഈ പറയുന്ന പോലെ അവിടെ വാർഷിപ്പുകൾ ഇറാന്റെ ബോർഡറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വീണ്ടും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ യുദ്ധ സാഹചര്യം ഉരുത്തിരിയുന്നു എന്ന് വേണം, അല്ലെങ്കിൽ നാളെ കാലത്തെ വീണ്ടും തുടങ്ങും എന്ന് വേണം ഈ നീക്കത്തിൽ നിന്നൊക്കെ ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നു. സർ, എന്തായാലും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഏതൊരു നിമിഷവും ഇറാനും അമേരിക്കയും തമ്മിലുള്ള അടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയും, അതല്ലെങ്കിൽ അതിനിടയിലേക്ക് ഇസ്രായേൽ എപ്പോഴാണ് ഇതിലേക്ക് കയറി വരുന്നത്, എപ്പോഴാണ് മിണ്ടാതിരുന്ന അവസാനം വന്ന് പത്തിക്കടി കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കാത്തിരിക്കവേ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് വളരെ കൗതുകത്തോടു കൂടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ അതിലേക്കാണ് എല്ലാ രാജ്യങ്ങളെയും വലിച്ചടുപ്പിക്കുന്നത്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.